ഓം ശാന്തി. 21/12/24 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, സത്യമായ സമ്പാദ്യം ചെയ്യുന്നതിൻ്റെ പുരുഷാർത്ഥം ആദ്യം സ്വയം ചെയ്യൂ, പിന്നെ തൻ്റെ മിത്രസംബന്ധികളെയും ചെയ്യിക്കൂ. ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം. ചോദ്യം: സുഖം അഥവാ സ്വസ്ഥത പ്രാപ്തമാക്കാനുള്ള വിധി എന്താണ്? ഉത്തരം: പവിത്രത. എവിടെ പവിത്രതയുണ്ടോ അവിടെ സുഖവും സ്വസ്ഥതയുമുണ്ട്. ബാബ പവിത്ര ലോകമായ സത്യയുഗത്തിൻ്റെ സ്ഥാപന ചെയ്യുന്നു. അവിടെ വികാരങ്ങൾ ഉണ്ടായിരിക്കുകയില്ല. വികാരങ്ങളില്ലാതെ ലോകത്തിന് എങ്ങനെ മുന്നോട്ടു പോകാൻ കഴിയും എന്ന് ദേവതമാരുടെ പൂജാരിമാർക്ക് ഒരിക്കലും ചോദിക്കുവാൻ സാധിക്കില്ല. ഇപ്പോൾ നിങ്ങൾക്ക് സ്വസ്ഥതയുടെ ലോകത്തിലേക്ക് പോകേണ്ടതുണ്ട്. അതിനാൽ ഈ പതീത ലോകത്തെ മറക്കണം. ശാന്തിധാമത്തെയും സുഖധാമത്തെയും ഓർമ്മിക്കണം. ഓം ശാന്തി. ഓം ശാന്തിയുടെ അർത്ഥം കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്. ശിവബാബയ്ക്കും ഓം ശാന്തി എന്ന് പറയുവാൻ സാധിക്കും. സാലിഗ്രാമങ്ങളായ കുട്ടികൾക്കും പറയാൻ സാധിക്കുന്നു. ആത്മാവ് ഓം ശാന്തി എന്ന് പറയുന്നു. സൺ ഓഫ് സൈലൻസ് ഫാദർ. ശാന്തിക്ക് വേണ്ടി കാട്ടിലും മറ്റും പോയി ഏതെങ്കിലും ഉപായം ചെയ്യപ്പെടുന്നില്ല. ആത്മാവ് തന്നെ സൈലൻസ് ആണ്. പിന്നെ എന്തുപായമാണ് ചെയ്യേണ്ടത്? ഇത് ബാബയിരുന്ന് മനസ്സിലാക്കിക്കുന്നു. ആ ബാബയോട് തന്നെയാണ് പറയുന്നത്, അവിടേക്ക് കൊണ്ടുപോകൂ. അവിടെ സുഖവും സ്വസ്ഥതയും നേടട്ടെ. സ്വസ്ഥത അഥവാ സുഖം എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നു. എന്നാൽ സുഖത്തിനും ശാന്തിക്കും മുമ്പേ വേണ്ടത് പവിത്രതയാണ്. പവിത്രമായവരെ പാവനമെന്നും അപവിത്രമായവരെ പതീതമെന്നും പറയുന്നു. പതീത ലോകത്തിലുള്ളവർ വിളിച്ചുകൊണ്ടിരിക്കുന്നു, വന്ന് നമ്മളെ പാവന ലോകത്തിലേക്ക് കൊണ്ടുപോകൂ. ആ ഒന്ന് പതീത ലോകത്തിൽ നിന്നും ലിബറേറ്റ് ചെയ്ത് പാവന ലോകത്തിലേക്ക് കൊണ്ടുപോകുന്നവൻ തന്നെയാണ്. സത്യയുഗത്തിൽ പവിത്രതയാണ്, കലിയുഗത്തിൽ അപവിത്രതയാണ്. അത് വൈസ്ലെസ് വേൾഡ്, ഇത് വിഷ്യസ് വേൾഡ്. ലോകം അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് കുട്ടികൾ അറിയുന്നുണ്ട്. സത്യയുഗമാകുന്ന വൈസ്ലെസ് വേൾഡ് ആയിരിക്കുമ്പോൾ തീർച്ചയായും മനുഷ്യർ കുറച്ചേ ഉണ്ടായിരിക്കൂ. ആ കുറച്ചുപേർ ആരായിരിക്കും? തീർച്ചയായും സത്യയുഗത്തിൽ ദേവീ ദേവന്മാരുടെ തന്നെ രാജ്യമാണ്. അതിനെ തന്നെയാണ് സ്വസ്ഥതയുടെ ലോകം അഥവാ സുഖധാമം എന്ന് പറയുന്നത്. ഇത് ദുഃഖധാമമാണ്. ദുഃഖധാമത്തെ മാറ്റി സുഖധാമം ആക്കുന്നവൻ ഒരേയൊരു പരംപിത പരമാത്മാവാണ്. സുഖത്തിൻ്റെ സമ്പത്ത് തീർച്ചയായും ബാബ തന്നെയാണ് നൽകുന്നത്. ഇപ്പോൾ ആ ബാബ പറയുന്നു, ദുഃഖധാമത്തെ മറക്കൂ, ശാന്തിധാമത്തെയും സുഖധാമത്തെയും ഓർമ്മിക്കൂ. ഇതിനെ തന്നെയാണ് മൻമനാഭവ എന്ന് പറയുന്നത്. ബാബ വന്ന് കുട്ടികൾക്ക് സുഖധാമത്തിൻ്റെ സാക്ഷാത്കാരം ചെയ്യിക്കുന്നു. ദുഃഖധാമത്തിൻ്റെ വിനാശം ചെയ്യിച്ച് ശാന്തിധാമത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഈ ചക്രത്തെ മനസ്സിലാക്കേണ്ടതുണ്ട്. 84 ജന്മം എടുക്കേണ്ടി വരുന്നു. ആരാദ്യം സുഖധാമത്തിൽ വരുന്നുവോ അവർക്കാണ് 84 ജന്മം. കേവലം ഇത്രയും കാര്യങ്ങൾ ഓർമ്മിക്കുന്നതിലൂടെയും കുട്ടികൾക്ക് സുഖധാമത്തിൻ്റെ അധികാരിയാകുവാൻ സാധിക്കും. ബാബ പറയുന്നു, കുട്ടികളെ, ശാന്തിധാമത്തെ ഓർമ്മിക്കൂ, പിന്നെ സമ്പത്തിനെ അതായത് സുഖധാമത്തെയും ഓർമ്മിക്കൂ. ആദ്യം നിങ്ങൾ ശാന്തിധാമത്തിലേക്ക് പോകുന്നു. അപ്പോൾ സ്വയം ശാന്തിധാമത്തിൻ്റെ അഥവാ ബ്രഹ്മാണ്ടത്തിൻ്റെ അധികാരിയായി മനസ്സിലാക്കൂ. നടക്കുമ്പോഴും ചുറ്റി സഞ്ചരിക്കുമ്പോഴും സ്വയം അവിടുത്തെ നിവാസിയായി മനസ്സിലാക്കുമെങ്കിൽ ഈ ലോകം മറന്നുപോകും. സത്യയുഗമാണ് സുഖധാമം. എന്നാൽ
എല്ലാവർക്കും സത്യയുഗത്തിൽ വരാൻ സാധിക്കില്ല. ആരാണോ ദേവതമാരുടെ പൂജാരികൾ, അവരെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുകയുള്ളൂ. ഇതാണ് സത്യമായ സമ്പാദ്യം. അത് സത്യമായ ബാബ പഠിപ്പിക്കുന്നു. ബാക്കിയെല്ലാം അസത്യമായ സമ്പാദ്യങ്ങളാണ്. അവിനാശി ജ്ഞാനരത്നങ്ങളുടെ സമ്പാദ്യം തന്നെയാണ് സത്യമായ സമ്പാദ്യം എന്ന് പറയുന്നത്. ബാക്കി വിനാശി ധനസമ്പത്തുകൾ അസത്യമായ സമ്പാദ്യമാണ്. ദ്വാപരം മുതൽ ആ അസത്യമായ സമ്പാദ്യം ചെയ്തു വന്നു. ഈ അവിനാശി സത്യമായ സമ്പാദ്യത്തിൻ്റെ പ്രാപ്തി സത്യയുഗം മുതൽ ആരംഭിച്ച് ത്രേതായിൽ പൂർത്തിയാകുന്നു. അതായത് പകുതി കൽപ്പം അനുഭവിക്കുന്നു. പിന്നീട് അസത്യമായ സമ്പാദ്യം ആരംഭിക്കുന്നു. അതിലൂടെ അല്പകാല ക്ഷണഭംഗുര സുഖം ലഭിക്കുന്നു. ഈ അവിനാശി ജ്ഞാനരത്നങ്ങൾ ജ്ഞാനസാഗരം തന്നെയാണ് നൽകുന്നത്. സത്യമായ സമ്പാദ്യം സത്യമായ ബാബയാണ് ചെയ്യിക്കുന്നത്. ഭാരതം സത്യഖണ്ഡമായിരുന്നു. ഭാരതം തന്നെയാണ് ഇപ്പോൾ അസത്യഖണ്ഡം ആയിരിക്കുന്നത്. മറ്റു ഖണ്ഡങ്ങളെ സത്യഖണ്ഡമെന്നും അസത്യഖണ്ഡമെന്നും പറയുന്നില്ല. സത്യഖണ്ഡം നിർമ്മിക്കുന്ന ചക്രവർത്തി അഥവാ ട്രൂത്ത് ആ ഒന്നാണ്. സത്യം ഒരു ഗോഡ് ഫാദറാണ്. ബാക്കിയെല്ലാം അസത്യമായ ഫാദറാണ്. സത്യയുഗത്തിലും സത്യമായ ഫാദറിനെ ലഭിക്കുന്നു. കാരണം അവിടെ അസത്യവും പാപവും ഉണ്ടായിരിക്കുന്നില്ല. ഇത് പാപാത്മാക്കളുടെ ലോകമാണ്. അത് പുണ്യാത്മാക്കളുടെ ലോകമാണ്. ഇപ്പോൾ ഈ സത്യമായ സമ്പാദ്യത്തിനായി എത്ര പുരുഷാർത്ഥം ചെയ്യേണ്ടതാണ്. ആര് കഴിഞ്ഞ കൽപ്പത്തിൽ സമ്പാദ്യം ചെയ്തിരുന്നുവോ അവർ തന്നെ ചെയ്യും. ആദ്യം സ്വയം സത്യമായ സമ്പാദ്യം ചെയ്ത ശേഷം അച്ഛൻ്റെയും അമ്മായി അച്ഛൻ്റെയും വീട്ടുകാരെ ഈ സത്യമായ സമ്പാദ്യം ചെയ്യിക്കണം. ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം. സർവ്വവ്യാപിയാണ് എന്ന ജ്ഞാനമുള്ളവർക്ക് ഭക്തി ചെയ്യുവാൻ സാധിക്കില്ല. എല്ലാവരും ഭഗവാന്റെ രൂപമാണ് എങ്കിൽ പിന്നെ ആരുടെ ഭക്തിയാണ് ചെയ്യുന്നത്? അപ്പോൾ ഈ ചതുപ്പിൽ നിന്നും പുറത്തെടുക്കുന്നതിൽ പ്രയത്നിക്കേണ്ടി വരുന്നു. ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം എന്നുള്ളതിൽ സന്യാസിമാർ എന്ത് ചെയ്യുവാനാണ്? ഒന്നാമതായി അവർ വീടിൻ്റെയും കുടുംബത്തിൻ്റെയും സമാചാരം കേൾപ്പിക്കുന്നതേയില്ല. പറയൂ, എന്തുകൊണ്ട് കേൾപ്പിക്കുന്നില്ല? അറിയാമായിരിക്കുമല്ലോ. ഇന്ന വീട്ടിലേതായിരുന്നു, പിന്നെ സന്യാസം ധാരണ ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉടൻ പറയുവാൻ സാധിക്കും. സന്യാസിമാർക്ക് ഫോളോവേഴ്സ് ധാരാളമുണ്ട്. ഭഗവാൻ ഒന്നാണെന്നും അവർ അഥവാ ഇരുന്ന് പറയുകയാണെങ്കിൽ എല്ലാവരും അവരോട് ചോദിക്കും, നിങ്ങളെ ആരാണ് ഈ ജ്ഞാനം കേൾപ്പിച്ചത്? ബി കേസ് എന്ന് പറയുകയാണെങ്കിൽ അയാളുടെ മുഴുവൻ തൊഴിലും ഇല്ലാതായി പോകും. ഇങ്ങനെ ആര് തൻ്റെ മാന്യത പാഴാക്കും? പിന്നെ ആരെങ്കിലും ഭക്ഷണം പോലും നൽകാതിരിക്കും. അതിനാൽ സന്യാസിമാർക്ക് വളരെ പ്രയാസമാണ്. ആദ്യം തൻ്റെ മിത്രസംബന്ധികൾക്കും മറ്റും ജ്ഞാനം നൽകി സത്യമായ സമ്പാദ്യം ചെയ്യിക്കേണ്ടി വരും. അതിലൂടെ അവർ 21 ജന്മം സുഖം നേടട്ടെ. കാര്യം വളരെ സഹജമാണ്. എന്നാൽ ഡ്രാമയിൽ ഇത്രയും ശാസ്ത്രങ്ങളും ക്ഷേത്രങ്ങളും മറ്റും ഉണ്ടാകുന്നതും അടങ്ങിയിട്ടുണ്ട്. പതീത ലോകത്തിൽ വസിക്കുന്നവർ പറയുന്നു, ഇപ്പോൾ പാവന ലോകത്തിലേക്ക് കൊണ്ടുപോകൂ. സത്യയുഗം ഉണ്ടായിരുന്നിട്ട് 5000 വർഷമായി. അവരാണെങ്കിൽ കലിയുഗത്തിൻ്റെ ആയുസ് തന്നെ ലക്ഷക്കണക്കിന് വർഷം എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ സുഖധാമം എവിടെയാണ്, എപ്പോഴാണ് ഉണ്ടായിരിക്കുക എന്നത് മനുഷ്യർ എങ്ങനെ മനസ്സിലാക്കും? അവർ പറയുന്നു, മഹാപ്രളയമുണ്ടാകുന്നു, അപ്പോൾ പിന്നെ സത്യുഗം ആകുന്നു. ആദ്യമാദ്യം ശ്രീകൃഷ്ണൻ പെരുവിരൽ നുണഞ്ഞ് സാഗരത്തിൽ ആലിലയിൽ വരുന്നു. ഇപ്പോൾ എവിടെയുള്ള കാര്യം എവിടേക്ക് കൊണ്ടുപോയി? ഇപ്പോൾ ബാബ പറയുന്നു, ബ്രഹ്മാവിലൂടെ
ഞാൻ എല്ലാ വേദശാസ്ത്രങ്ങളുടെയും സാരം കേൾപ്പിക്കുന്നു. അതിനാൽ വിഷ്ണുവിൻ്റെ നാഭീകമലത്തിൽ നിന്നും ബ്രഹ്മാവിനെ കാണിക്കുന്നു. പിന്നെ കയ്യിൽ ശാസ്ത്രവും നൽകിയിരിക്കുന്നു. ഇപ്പോൾ ബ്രഹ്മാവ് തീർച്ചയായും ഇവിടെ ഉണ്ടാകും. സൂക്ഷ്മവതനത്തിൽ ശാസ്ത്രങ്ങൾ ഉണ്ടായിരിക്കില്ലല്ലോ. ബ്രഹ്മാവ് ഇവിടെയാണ് ഉണ്ടായിരിക്കേണ്ടത്. ലക്ഷ്മി നാരായണൻ്റെ രൂപമായ വിഷ്ണുവും ഇവിടെയാണുള്ളത്. ബ്രഹ്മാവ് തന്നെയാണ് വിഷ്ണുവാകുന്നത്. പിന്നെ വിഷ്ണു തന്നെ ബ്രഹ്മാവാകുന്നു. ഇപ്പോൾ ബ്രഹ്മാവിൽ നിന്നും വിഷ്ണു വരുമോ അതോ വിഷ്ണുവിൽ നിന്നും ബ്രഹ്മാവ് വരുന്നോ? ഇതെല്ലാം മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. എന്നാൽ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് നല്ല രീതിയിൽ പഠിക്കുന്നവരാണ്. ബാബ പറയുന്നു, നിങ്ങളുടെ ശരീരം വെടിയുന്നത് വരെയും മനസ്സിലാക്കിക്കൊണ്ട് തന്നെയിരിക്കും. നിങ്ങൾ തീർത്തും 100% അറിവില്ലാത്തവരും ദരിദ്രവും ആയിരിക്കുന്നു. നിങ്ങൾ തന്നെ അറിവുള്ള ദേവീ ദേവന്മാരായിരുന്നു. ഇപ്പോൾ വീണ്ടും നിങ്ങൾ ദേവീ ദേവത ആയിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യന് ആക്കുവാൻ സാധിക്കില്ല. നിങ്ങൾ തന്നെയാണ് ദേവതയായിരുന്നത്. പിന്നെ 84 ജന്മം എടുത്തെടുത്ത് പൂർണ്ണമായും കലാഹീനമായി. നിങ്ങൾ സുഖധാമത്തിൽ വളരെയധികം സ്വസ്ഥതയിലായിരുന്നു. ഇപ്പോൾ അസ്വസ്ഥമാണ്. നിങ്ങൾക്ക് 84 ജന്മങ്ങളുടെ കണക്ക് പറയുവാൻ സാധിക്കും. ഇസ്ലാമി, ബൗദ്ധി, സിഖ്, ക്രിസ്ത്യൻ മഠവിഭാഗങ്ങൾ എല്ലാം എത്ര ജന്മമെടുക്കും? ഈ കണക്കെടുക്കുന്നത് സഹജമാണ്. സ്വർഗത്തിൻ്റെ അധികാരി ഭാരതവാസികൾ തന്നെയാണ് ആകുന്നത്. തൈ നടുന്നുവല്ലോ. ഇതാണ് വിശദീകരണം. സ്വയം മനസ്സിലാക്കുകയാണെങ്കിൽ പിന്നെ ആദ്യം തൻ്റെ മാതാപിതാക്കൾക്കും സഹോദരീ സഹോദരന്മാർക്കും ജ്ഞാനം നൽകേണ്ടതുണ്ട്. ഗൃഹസ്ഥ വ്യവഹാരത്തിൽ ഇരുന്നു കൊണ്ട് കമലപുഷ്പ സമാനം ജീവിക്കണം. പിന്നെ ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം. പിതാവിൻ്റെ വീട്ടിലുള്ളവരെയും അമ്മായിയച്ഛൻ്റെ വീട്ടിലുള്ളവരെയും ജ്ഞാനം കേൾപ്പിക്കേണ്ടി വരും. തൊഴിലിലും ആദ്യം സ്വന്തം സഹോദരങ്ങളെ തന്നെയാണ് പങ്കാളി ആക്കുന്നത്. ഇവിടെയും ഇങ്ങനെയാണ്. കന്യക എന്നാൽ ആരാണോ പിതാവിൻ്റെയും അമ്മായിയച്ഛൻ്റെയും വീടിനെ ഉദ്ധരിക്കുന്നവർ എന്ന മഹിമയുമുണ്ട്. അപവിത്രമായവർക്ക് ഉദ്ധരിക്കുവാൻ സാധിക്കില്ല. അപ്പോൾ ഏതൊരു കന്യകയാണ്? ഈ ബ്രഹ്മാവിൻ്റെ കന്യക അഥവാ ബ്രഹ്മകുമാരി ആണല്ലോ. ഇവിടെ അധർ കന്യകയുടെയും കുമാരി കന്യകയുടെയും ക്ഷേത്രവും നിർമ്മിക്കപ്പെട്ടിട്ടുണ്ടല്ലോ. ഇവിടെ നിങ്ങളുടെ സ്മാരകം ഉണ്ടാക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഭാരതത്തെ സ്വർഗമാക്കുന്നതിനായി. ഈ ദിൽവാല ക്ഷേത്രം തീർത്തും ആക്യുറേറ്റ് ആണ്. മുകളിൽ സ്വർഗം കാണിച്ചിരിക്കുന്നു. സ്വർഗം ഇവിടെ തന്നെയാണ്. രാജയോഗത്തിൻ്റെ തപസ്യയും ഇവിടെ തന്നെയാണ് നടക്കുന്നത്. ആരുടെ ക്ഷേത്രമാണോ അവർ ഇത് അറിയേണ്ടതാണല്ലോ. ഇപ്പോൾ ഉള്ളിൽ ജഗത് പിതാവ്, ജഗദംബ, ആദിദേവൻ, ആദിദേവി ഇരിക്കുകയാണ്. ശരി, ആദിദേവൻ ആരുടെ സന്താനമാണ്? ശിവബാബയുടെ. അദർ കുമാരി, കുമാരി കന്യ എല്ലാവരും രാജയോഗത്തിൽ ഇരിക്കുകയാണ്. ബാബ പറയുന്നു, മന്മനാഭവ. അപ്പോൾ നിങ്ങൾ വൈകുണ്ഠത്തിൻ്റെ അധികാരിയാകും. മുക്തി, ജീവൻ മുക്തി ധാമത്തെ ഓർമ്മിക്കൂ. നിങ്ങളുടേത് ഈ സന്യാസമാണ്. ജൈനരുടെ സന്യാസം എത്ര ഡിഫിക്കൽട്ടാണ്. മുടിയും മറ്റും നീക്കം ചെയ്യുന്നതിൻ്റെ എത്ര കടുത്ത സമ്പ്രദായമാണുള്ളത്. ഇവിടെയാണെങ്കിൽ സഹജ രാജയോഗമാണ്. ഇതും പ്രവൃത്തി മാർഗത്തിൻ്റെതാണ്. ഇത് ഡ്രാമയിൽ അടങ്ങിയിട്ടുണ്ട്. ഒരു ജൈന മുനി ഇരുന്ന് തൻ്റെ പുതിയ ധർമ്മം സ്ഥാപിച്ചു. എന്നാൽ അതിനെ ആദി സനാതന ദേവീദേവതാ ധർമ്മം എന്ന് പറയില്ലല്ലോ. അത് ഇപ്പോൾ പ്രായേണ ലോപിച്ചിരിക്കുന്നു. ഒരാൾ ജൈനധർമ്മത്തെ നയിച്ചു മുന്നോട്ട് പോവുകയും ചെയ്തു. ഇതും ഡ്രാമയിലുണ്ട്.
ആദിദേവനെ പിതാവെന്നും ജഗദംബയെ മാതാവെന്നും പറയും. ആദിദേവൻ ബ്രഹ്മാവാണ് എന്നെല്ലാവരും അറിയുന്നുണ്ട്. ആദം ബീബി, ആഡം ഈവ് എന്നും പറയുന്നു. ഈ ആഡവും ഈവും ഇപ്പോൾ തപസ്യ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് ക്രിസ്ത്യൻസിന് അറിയില്ല. മനുഷ്യ സൃഷ്ടിയുടെ വംശാവലിയുടെ ഹെഡാണ് ഇവർ. ഈ രഹസ്യവും ബാബ ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. ശിവന്റെയും ലക്ഷ്മി നാരായണന്റെയും ഇത്രയും ക്ഷേത്രങ്ങൾ ഉണ്ടാക്കപ്പെട്ടിരിക്കുകയാണ്. അവരുടെ ബയോഗ്രഫി അറിയേണ്ടതാണല്ലോ. ഇതും ജ്ഞാനസാഗരമായ ബാബ തന്നെയാണ് ഇരുന്ന് മനസ്സിലാക്കിക്കുന്നത്. പരംപിത പരമാത്മാവിനെ തന്നെയാണ് നോളജ്ഫുൾ, ജ്ഞാനത്തിൻ്റെ സാഗരം, ആനന്ദത്തിൻ്റെ സാഗരം എന്ന് പറയുന്നത്. പരമാത്മാവിൻ്റെ ഈ മഹിമ ഏതെങ്കിലും സാധു സന്യാസിമാരോ മറ്റോ അറിയുന്നില്ല. അവർ പറയുന്നു പരമാത്മാവ് സർവവ്യാപിയാണ്. പിന്നെ ആരുടെ മഹിമ ചെയ്യുവാനാണ്? പരമാത്മാവിനെ അറിയാത്തത് കാരണം തന്നെയാണ് സ്വയം ശിവോഹം എന്ന് പറയുന്നത്. അല്ലാത്ത പക്ഷം പരമാത്മാവിൻ്റെ മഹിമ എത്ര വലുതാണ്! ആ ഒന്ന് മനുഷ്യ സൃഷ്ടിയുടെ ബീജരൂപമാണ്. മുസൽമാന്മാരും പറയുന്നു നമ്മളെ ഈശ്വരൻ സൃഷ്ടിച്ചു, അപ്പോൾ നമ്മൾ രചനയായി. രചനയ്ക്ക് സമ്പത്ത് രചനയ്ക്ക് നൽകുവാൻ സാധിക്കില്ല. ക്രിയേറ്ററിൽ നിന്നാണ് സമ്പത്ത് ലഭിക്കുന്നത്. ഈ കാര്യം ആരും മനസ്സിലാക്കുന്നില്ല. ആ ബീജരൂപം സത്യമാണ്, ചൈതന്യമാണ്. സൃഷ്ടിയുടെ ആദിമധ്യ അന്ത്യത്തിൻ്റെ ജ്ഞാനം ആ ഒന്നിനുണ്ട്. ബീജത്തിനല്ലാതെ ആദിമധ്യ അന്ത്യത്തിൻ്റെ ജ്ഞാനം ഒരു മനുഷ്യനിലും ഉണ്ടായിരിക്കുക സാധ്യമല്ല. ബീജം ചൈതന്യമാണ്. അപ്പോൾ തീർച്ചയായും നോളജ് ആ ഒന്നിൽ തന്നെ ഉണ്ടായിരിക്കും. ആ ഒന്ന് വന്ന് നിങ്ങൾക്ക് മുഴുവൻ സൃഷ്ടിയുടെയും ആദിമധ്യ അന്ത്യത്തിൻ്റെ നോളജ് നൽകുന്നു. ഈ ഒരു ബോർഡും വെക്കേണ്ടത് ആവശ്യമാണ്. ഈ ചക്രത്തെ അറിയുന്നതിലൂടെ നിങ്ങൾ സത്യയുഗത്തിലെ ചക്രവർത്തി രാജാവ് അഥവാ സ്വർഗത്തിലെ രാജാവായി മാറും. എത്ര സഹജമായ കാര്യമാണ്! ബാബ പറയുന്നു, ജീവിക്കുന്നത് വരെയും എന്നെ ഓർമ്മിക്കണം. ഞാൻ സ്വയം നിങ്ങൾക്ക് ഈ വശീകരണ മന്ത്രം നൽകുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഓർമ്മിക്കേണ്ടത് ബാബയെയാണ്. ഓർമ്മയിലൂടെ തന്നെയാണ് വികർമ്മം വിനാശമാകുന്നത്. ഈ സ്വദർശന ചക്രം തിരിഞ്ഞുകൊണ്ടിരിക്കട്ടെ. അപ്പോൾ മായയുടെ ശിരസ് അറ്റുപോകും. ഞാൻ നിങ്ങളുടെ ആത്മാവിനെ പവിത്രമാക്കി കൊണ്ടുപോകും. പിന്നെ നിങ്ങൾ സദോപ്രധാന ശരീരം സ്വീകരിക്കും. അവിടെ വികാരം ഉണ്ടായിരിക്കുകയില്ല. വികാരമില്ലാതെ സൃഷ്ടി എങ്ങനെ നടക്കും എന്ന് പറയൂ. നിങ്ങൾ ഒരു പക്ഷേ ദേവതമാരുടെ പൂജാരി അല്ല. സമ്പൂർണ്ണ നിർവികാരി എന്നാണ് ലക്ഷ്മി നാരായണന്റെ മഹിമ പാടുന്നത്. ജഗദംബയും ജഗത് പിതാവും നിർവികാരിയാണ്. രാജയോഗത്തിൻ്റെ തപസ്യ ചെയ്ത് പതീതത്തിൽ നിന്നും പാവനവും സ്വർഗത്തിൻ്റെ അധികാരിയും ആയിരിക്കുന്നു. തപസ്യ ചെയ്യുന്നത് തന്നെ പുണ്യ ആത്മാവാകുന്നതിന് വേണ്ടിയാണ്. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം. ഈ പഴയ ലോകത്തെ ബുദ്ധി കൊണ്ട് മറപ്പിക്കുന്നതിനായി നടക്കുമ്പോഴും ചുറ്റി സഞ്ചരിക്കുമ്പോഴും സ്വയം ശാന്തിധാമത്തിലെ നിവാസിയായി മനസ്സിലാക്കണം. ശാന്തിധാമത്തെയും സുഖധാമത്തെയും ഓർമ്മിച്ച് സത്യമായ സമ്പാദ്യമുണ്ടാക്കണം. മറ്റുള്ളവരെ കൊണ്ടും ചെയ്യിക്കണം. രാജയോഗത്തിൻ്റെ തപസ്യ ചെയ്ത് സ്വയം തന്നെ പുണ്യ ആത്മാവാക്കണം. മായയുടെ ശിരസ് മുറിക്കുന്നതിനായി സ്വദർശന ചക്രം സദാ തിരിഞ്ഞുകൊണ്ടിരിക്കട്ടെ. വരദാനം. സമ്പന്നതയിലൂടെ സദാ സന്തുഷ്ടത അനുഭവിക്കുന്ന സമ്പന്നനായി ഭവിക്കട്ടെ. സ്വരാജ്യത്തിൻ്റെ സമ്പത്താണ്
ജ്ഞാനവും ഗുണവും ശക്തികളും. ആരാണോ ഈ സർവ സമ്പത്തുകളാലും സമ്പന്നമായ സ്വരാജ്യ അധികാരി, അവർ സദാ സന്തുഷ്ടമാണ്. അവരുടെ അടുക്കൽ അപ്രാപ്തിയുടെ പേരോ അടയാളമോ ഇല്ല. പരിധിയുള്ള ഇച്ഛകളുടെ അവിദ്യ, ഇതിനെയാണ് സമ്പന്നൻ എന്ന് പറയുന്നത്. അവർ സദാ ദാതാവായിരിക്കും, യാചിക്കുന്നില്ല. അവർ അഖണ്ഡ സുഖശാന്തിമായ സ്വരാജ്യത്തിൻ്റെ അധികാരിയായിരിക്കും. ഏതൊരു പ്രകാരത്തിലുള്ള പരിതസ്ഥിതിക്കും അവരുടെ അഖണ്ഡ ശാന്തിയെ ഖണ്ഡിക്കുവാൻ സാധിക്കില്ല. സ്ലോഗൻ: ജ്ഞാനനേത്രത്തിലൂടെ 3 കാലങ്ങളെയും 3 ലോകങ്ങളെയും അറിയുന്നവരാണ് മാസ്റ്റർ നോളജ്ഫുൾ. ഓം ശാന്തി. യോഗത്തിൻ്റെ അഭ്യാസം. ബാഹ്യമായ കാര്യങ്ങളിൽ നിന്നും മനസ്സിനെ വേർപെടുത്തി ഞാൻ എൻ്റെ ആത്മസ്വരൂപത്തിൽ മസ്തകത്തിൽ തിളങ്ങുന്ന ജ്യോതിയിൽ കേന്ദ്രീകരിക്കുന്നു. ഒരു ബാബ രണ്ടാമതാരുമില്ല എന്ന ശക്തിശാലി സ്ഥിതിയിൽ സർവശക്തിവാന്റെ സ്വരൂപത്തിൽ ഞാൻ ഏകാഗ്രമാകുന്നു. ഒന്നിൻ്റെ അനന്തതയിൽ ഞാൻ ലയിച്ചിരിക്കുന്നു. വ്യർത്ഥ വികൽപ്പമുക്തമായ ഈ ശക്തിശാലി സ്ഥിതി എത്ര സുന്ദരവും അതിശ്രേഷ്ഠവുമാണ്. ഈ സ്ഥിതിയിലിരുന്നു കൊണ്ട് പവിത്രതയുടെ സാഗരമായ ബാബയിൽ നിന്നും സമ്പൂർണ്ണ പവിത്രതയുടെ ശക്തി ഞാൻ ഉൾക്കൊള്ളുന്നു. സാകാരത്തിൽ ദുഃഖിതരും അശാന്തരും രോഗികളുമായ ആത്മാക്കൾക്ക് ശക്തിയുടെയും ശാന്തിയുടെയും നിരോഗ അവസ്ഥയുടെയും വരദാനം ഞാൻ നൽകുന്നു.